കോഴികള് ഒരുപാട് കൊത്തുകൂടുന്നു, അതിനൊരു പരിഹാരം കണ്ടാലോ? കാണാമോ? ഒരാളിനെ വിളിച്ചാൽ പരിഹാരം കാണാൻ പറ്റും. ഹലോ, എവിടെ? വീട്ടിലേക്ക് ഒന്ന് വാ. ഒരു ചെറിയ പ്രശ്നത്തിന് പരിഹാരം കാണും. ചെറിയ പ്രശ്നമല്ല, വലിയ പ്രശ്നത്തിന്. വാ വാ വീട്ടിലേക്ക്. പരിഹാരം കാണണം നമുക്ക്. പരിഹാരം പരിഹരിക്കണം കോഴി കൂട്ടിക്കൊണ്ടുവരുന്നു. കോഴികൾ ഭയങ്കര പൊത്തല്ലേ. നല്ല കൊത്തുകോഴികളാണ്, അസീൽ കോഴികള്, നല്ല കൊത്തുകോഴികളാണ്. പക്ഷെ അത് ഭയങ്കര കൊത്തിയിട്ട് ഓരോന്നിനും മുഖമെല്ലാം കേട് വരുന്നത്. നല്ല പ്രകൃതിപ്പെട്ട സാധനങ്ങളാണ്, പക്ഷെ കൊത്തല് സഹിക്കാൻ പറ്റുന്നില്ല, ചോര ഒലിച്ചിട്ട്. ഒരു പരിഹാരമേ ഉള്ളൂ. ഒരു പരിഹാരം പറഞ്ഞുതരാം. ശരി, പരിഹാരത്തിൽ എന്തെങ്കിലും ചെയ്യും. നമ്മുടെ CM പറഞ്ഞ പോലെ സെറ്റാക്കിയല്ലോ, പുതിയൊരു ഡിഷ് ഉണ്ടാക്കാം നമുക്ക്. നമ്മളെ തന്നെ എല്ലാ സാധനം ഈ ഡിഷ് ആദ്യമേ ഇതുവരെ ആരും വെച്ചിട്ടില്ല. നമ്മൾ സെറ്റാക്കാന്ന്. A few moments later. വരുമാനെ ക്ലീൻ ചെയ്യുമ്പോ നമ്മള് ഈ ചെറിയ രോമങ്ങളില്ലേ, എല്ലാത്തിനെയും പറിച്ചു കളയണം. എല്ലാം തീ കാച്ചിയാൽ പോലും ചെറിയ രോമങ്ങൾ അതിന് പറിച്ചു കളയണം. പ്രസാദ, ഇത് എത്ര പ്രായമായി? ഇത് 1 വർഷം ആവുന്നുള്ളൂ. അല്ല, അത് ശരി. ഇതേതാണ് ബ്രീഡ്? ഇത് കൊത്തിനുപയോഗിക്കുന്ന അസീലാണ്. അസീല് കൊത്ത്. പോരുകോഴി. ആ, ശരി. ഈ 3 പോരുകോഴികളാണ്. 3 പോരുകോഴികളാണ്. അതിന്റെ പോരിന്നത്തോടെ അവസാനിച്ചു. ആദ്യം കോഴിന്റെ കാലാണ് അറക്കേണ്ടത് അല്ലേ? കാലറുത്ത് പിന്നെ ചിറക് ഇറക്കിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ചിറക് ഇറക്കുന്നത്.
പോർട്രേറ്റ്. നോക്കി പഠിച്ച അടുത്തത് നിങ്ങളാണ്. ഇവർക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾക്കുള്ള പരിഹാരം. സംസാരം എന്തെങ്കിലും വിട്. എല്ലാത്തിനെയും ക്ലീൻ ആക്കി പറഞ്ഞ എല്ല് കിട്ടുന്ന ഒരുപാട് ഇറച്ചിനെ എടുക്കാൻ. കാണിക്കാറില്ല, അതറിയില്ല. എന്താ പ്രാവശ്യം നിങ്ങളെ കുറിച്ചൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പറയണ്ട. അപ്പൊ വീഡിയോയിലൊക്കെ എല്ലാരും ഫാൻസ് ഒക്കെ ചോദിച്ചു. അയ്യോ അവിടെ അങ്ങനെ എന്തോ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ സംഭവം നോക്കട്ടെ. മാംസേ എന്താ പരിപാടി? നമ്മള് അടുപ്പ് തീ കത്തിക്കാൻ വേണ്ടിട്ടാണ്. അടുപ്പില് വെക്കാൻ വേണ്ടിട്ട്, വിറകടുപ്പില്. നമ്മള് പിന്നെ ഈ അഗ്നികുണ്ഡം വളർത്ത ക്യാമ്പ് ഫയർ ഇത് ഒരു പ്രത്യേക എക്സ്പെർട്ട് ആണല്ലോ. ഓ അതെ, നമ്മുടെ കലാവിരുദ്ധ ഇപ്പൊ കാണിച്ചു തരാം. തീ കൊണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മള് അടുപ്പ് കത്തിക്ക. കർപ്പൂരം ഇട്ടിട്ടുണ്ട്. കർപ്പൂരത്തി വെച്ചിട്ട് കത്തിക്ക. മഴക്കാലമാണ്, വിറകെല്ലാം നനഞ്ഞിരിക്കുകയാണ്. എങ്കിലും ഇത്തിരി ഉണങ്ങിയ വിറക് വെച്ചിട്ടാണ് നമ്മൾ പരീക്ഷണം നടത്തുന്നത്. പിടിക്കവനെ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. ഇന്നിപ്പോ നമ്മള് നാടൻ കോഴി എന്ന് വെച്ച് പറഞ്ഞാൽ കൊത്തുകോഴി, അസീൽ കോഴി വെച്ചിട്ടാണ് കറി വെക്കാൻ പോണത്. ആദ്യം കറി ഒരു 8 കിലോ വരുമല്ലേ, 8 കിലോ കോഴി വെച്ചിട്ടുണ്ട്. അതിന്റെ പൊടിയും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. ആദ്യം എന്ത് ചേർക്കുക ചേച്ചി? വെളിച്ചെണ്ണ കുറച്ച് പുരട്ടി കൊടുക്കാം. അടുത്തത് എന്താണ്? മഞ്ഞപ്പൊടി തൊട്ടിടാം. മഞ്ഞൾപ്പൊടി ഒരു 3 ടീസ്പൂൺ ഉണ്ടാവും. 3 മതി. അടുത്തത് മുളക് പൊടി, ചില്ലി പൗഡർ. കയ്യിലളക്കുമ്പോഴേ എനിക്ക് കിട്ടും. ഒരു 6 ടീസ്പൂണ് മുളക് പൊടി. അടുത്തത് മല്ലിപ്പൊടി. അതൊരു 8 സ്പൂണ് ഇടാം. മുളകുപൊടിനേക്കാളും കുറച്ച് കൂടുതൽ തന്നെ ഇടുന്നതാണ് കുറച്ച് ഗ്രേവിക്ക് തിക്നെസ് കിട്ടാൻ. ഇനി
കുറച്ച് ഇതിന്ന് ഇതെന്താണ് സാധനം? ഇത് മസാല. മസാല, പട്ട, ഗ്രാമ്പു, ആ. പിന്നെന്താ അതിൽ ചേർത്തിട്ടുള്ളത്? ജീരകം, പെരുംജീരകം, ജീരകം എല്ലാം നമ്മുടെ ഗരം മസാലക്ക് നമ്മൾ റെഡിമെയ്ഡായി മേടിക്കുന്നതിന് ഇത് നമ്മൾ ഉണ്ടാക്കി ഹോം മെയ്ഡ് ആണ്. അതെ. കുറച്ചുകൂടെ ഇനി എന്താ ഇടേണ്ടത്? കല്ലുപ്പാണല്ലേ? കല്ലുപ്പ് ഒരു 3 സ്പൂണ്. 3 സ്പൂൺ. പിന്നെ വേണമെങ്കിൽ രണ്ടാമത് വേറെ എല്ലാം ഇടാനുണ്ടോ? ഇല്ല. നന്നായി ഒന്ന് ഇളക്കണം. മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂറോളം വെച്ചിട്ട് നമ്മള് വേറെ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് വരാം. ഇറച്ചിയിൽ എല്ലാ ഭാഗത്തും ആകണ മാതിരി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചും കൂടെ അത് ഗരം മസാല കുറച്ചുകൂടെ ഇടാ തോന്നുന്നു. ഓ, അപ്പൊ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഒരു 1/4 ലിറ്ററോളം ഉണ്ടാവും. കഴിഞ്ഞ നമ്മുടെ വീഡിയോയില് ഒരുപാട് പേര് നമ്മളെ വിളിച്ച് പറഞ്ഞതാണ് അടുപ്പ് കൂട്ടി വെക്കായിരുന്നില്ലേ, നാടങ്ങനായ ഒരു വെറൈറ്റി കിട്ടുമല്ലോ പറഞ്ഞിരുന്നു. അപ്പൊ ഇപ്രാവശ്യം നമ്മള് അടുപ്പ് തീയിട്ടിട്ടാണ് നാടൻ കോഴിക്കറി വെക്കാൻ പോണത്. എണ്ണ ചൂടായ ശേഷം ഇതൊരു 1 കിലോ ഉണ്ടാകും. അടുപ്പായതുകൊണ്ട് പുക വരുന്നുണ്ട്, അതൊരു ബുദ്ധിമുട്ടാണ്. ഇളക്കണം. ചെറിയുള്ളി അത് ഏകദേശം 1 കിലോളം. ഇത് പെട്ടെന്ന് ഒന്ന് വണങ്ങി വരെ ഉപ്പ് സ്വല്പം ഇടാം. നമ്മള് ഇതിനോടുകൂടി തന്നെ ഇത് അരച്ച ഉള്ളി ഒരു 1/2 കിലോളം വരും. കിട്ടോ? ഗ്രേവി തിക്ക് ആയി കിട്ടാൻ വേണ്ടിട്ടാണ് അരച്ചിട്ട് ഇടുന്നത്. അടുപ്പിൽ പണി ചെയ്യുമ്പോ മസ്റ്റായിട്ട് വേണ്ടതാണ് തോർത്ത്. വേർത്ത് പണി തുടങ്ങിയിട്ടേ ഉള്ളു, അപ്പോഴേക്കും വേർത്തു. അയ്യാ പിടിക്ക്, കുനിഞ്ഞാലും കുഴപ്പമില്ല. അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അടുത്തത് അരച്ചു വെച്ച പട്ട, ഗ്രാമ്പൂ, ജീരകം അങ്ങനെയുള്ള ഗരം മസാല കൂട്ട്. കറിയിടാം. കൂടുതൽ നേരം വേവണം, നല്ല 1-ാം തരം ഒത്തുകോഴിയാണ്. മുഴുവനോട്ട്
കുറച്ച് കൂടുതൽ നേരം വേവണം. വിചാരിക്കണ പോലെ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അപ്പൊ നമ്മള് നല്ല കുറെ നേരം വേവിക്കാൻ തന്നെ, അടുപ്പായതുകൊണ്ട് കത്തിച്ച് കുറെ നേരം വേവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മിനിറ്റ്. ഉപ്പ് കുറവുണ്ട്. ശരി അവസാനം. വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല. ഇത് ഇറച്ചിയിൽ നിന്ന് വന്ന വെള്ളമാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചുടുവെള്ളം ഒഴിച്ചിട്ട് കൂടുതൽ നേരം വേവിക്കാൻ വിടണം. ചുടുവെള്ളം ചേർക്കാം. അപ്പോഴേ കറി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഒഴിച്ചോളാം. നന്നായി കുറെ നേരം തിളപ്പിക്കാം. വറ്റി വരുമ്പോ ശരിയാണ്. നമ്മള് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളം മുഴുവൻ വറ്റി നല്ല കുഴമ്പ് രൂപത്തിലാകണം. അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരിക. നെയ്ച്ചോറ് വെക്കാൻ പറഞ്ഞിട്ട് വേറെ ഒരു അടുപ്പ് കൂടി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അടുപ്പില് തീ കത്തിച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ. ഇതില് നെയ്യ് ആദ്യം ഒഴിക്കണം. ഇതിപ്പോ നമ്മള് എത്ര 5 കിലോ അരിയാണ് വെക്കുന്നത്. 5 കിലോ അരിക്കാണ്. അര കിലോളം 400 ഗ്രാമോളം. ഇതില് ആദ്യമേ ചട്ടി വെച്ചിട്ട് നമ്മള് നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഒരു 400 ഗ്രാമോളം നെയ്യ് ഒഴിക്കുന്നുണ്ട്. 5 കിലോ ബിരിയാണിയാണ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 400 ഗ്രാമോളം നെയ്യ് ഇട്ടിട്ടുണ്ട്. വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചതാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. വറുത്ത് കോരണം. വറുത്ത് കോരാനാണ് ഉദ്ദേശിക്കുന്നത്. അവസാനം മുകളില് നെയ്ച്ചോറിന് മുകളില് വെതറാനുള്ള വലിയുള്ളിയാണിത്. ഇത് നല്ലപോലെ മൂക്കണം. നല്ല ബ്രൗണിഷ് നിറം വന്നിട്ട് കോരിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മൾക്ക്. അതൊരു 250 ml. ഈ പച്ചമുളകാണ് ഇനി ഇടുന്നത്. ഇതിന്റെ എരിവ് എണ്ണയിൽ ഇറങ്ങാൻ വേണ്ടിട്ട്. കീറിയ ഒരു 7 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇത് മതി. ഇതെന്താണ്? സൂപ്പാണ്. ചിക്കൻ സൂപ്പ്. എല്ലാം കൂടി ഇട്ട ഒരു സൂപ്പ്, കർക്കിടക സൂപ്പ്. കുരുമുളകിന്റെ തൊണ്ടയ്ക്ക് നല്ല ഇത് വരുന്നുണ്ട് നന്നായിട്ട്. അടുത്ത് പട്ട ഗ്രാമ്പ് ഒക്കെ ഇടണം. കുറച്ചും കൂടെ തരും. ക്രാമ്പ് എടുത്ത് പട്ടയും ക്രാമ്പും മതി. സവാളയാണ് ഇളക്കണ സാധനം കൂടി. ഇതല്ല വേറെ അല്ല. കുറച്ചിട്ടിട്ടുണ്ട്. ഉള്ളി വണങ്ങാനുള്ളത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഉള്ളിയും വറമുളകൊക്കെ ഇട്ടിട്ടൊരു ഇതിന്റെ ആവശ്യമില്ല, എന്നാലും നമുക്ക് സ്പെഷ്യൽ കൂട്ട്. സ്പെഷ്യൽ ആയിട്ട്.
ഇത് ഒരുവിധം വഴച്ചു കഴിഞ്ഞു നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് മറ്റേ ചെറിയുള്ളി ഒരു കുറച്ച് 15 എണ്ണം ചതച്ചത്, കുറച്ച് പുതിന ഇടണം, പുതിന ഇല, അരിന്റെ ഇരട്ടി വെള്ളം. അരി ബിരിയാണി അരി, ജീരകശാല അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അരിന്റെ ഇരട്ടി വെള്ളം ഒരു പാത്രത്തിലെടുത്ത് അതിന്റെ ഇരട്ടി വെള്ളമാണ് ഒഴിക്കേണ്ടത്. പാത്രം എടുത്ത് അടിച്ചു വെക്കാതെ. ഇനി ഉപ്പിടണം. നമ്മള് അരി ഇടുക, 5 കിലോ അരിയാണ്, ജീരകശാല അരിയാണ് ഇടുന്നത്. കുറച്ച് ഉപ്പ് ചേർക്കാറുണ്ട്, ഇത്തിരി മതി, മതി ചേച്ചി, ഇത്തിരി കൂടി വന്നിട്ട് പിന്നെ നോക്കാം. ഒരു പാതി വേവ് വന്നിട്ടുണ്ട്. ഇനി എന്നാലും ഒരു 15 മിനിറ്റ് തിളയ്ക്കണം. തിള നന്നായി വരട്ടെ. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇട്ടോളെ ഇപ്പൊ ഇറക്കണം. വലുത് കൊണ്ട് കിടക്കായിരുന്നു. ഏകദേശം വെന്തിട്ട് താഴെ ഇറക്കി. ഒരുപാട് തീ കത്തുന്നത് കാരണം കൺട്രോൾ ചെയ്യാൻ കിട്ടുന്നില്ല. അപ്പൊ താഴെ ഇറക്കി. ഇനി അതിനൊന്ന് പരത്തിയിട്ട് മേലെ ദം ഇടാം. ഒരു 15 മിനിറ്റ് നമ്മൾ ഈ ദം അങ്ങനെ ഇട്ട് വയ്ക്കാം. അടിയിൽ കൂടുതൽ ഫ്ലെയിം വേണ്ട. കട്ട് ചെയ്ത് അടിയിൽ കുറച്ചുകൂടി പരത്തി വിട്ടോ. അടിയിൽ നല്ല ചൂട് കയറുന്നുണ്ട്. നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അതിപ്പോ ബേസിനിൽ പകർത്തിയിട്ട് നമ്മ എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കാം. ഓ വരുമോനെ, രാവിലെ ഒരു മറ്റേ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് കൊത്തുകോഴിനെ കലക്കി. ഇപ്പൊ എങ്ങനെ വെച്ചതിൽ എങ്ങനെയുണ്ട്? എങ്ങനെ പരിഹാരം കണ്ടു? എങ്ങനെ ഇപ്പൊ നമ്മൾ അതിന് കഴിച്ചിട്ട് പരിഹാരം നന്നായിട്ടുണ്ടോ? എങ്ങനെയുണ്ട് ചേച്ചാ? നന്നായിട്ടുണ്ടോ? സൂപ്പർ. ശരി. അങ്ങനെ മാമൻ പറഞ്ഞ പോലെ ആ കോയിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. ഡിഷും അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് മാമനും മരുവനും വീണ്ടും വരുന്നതാണ്.